ഹായ് എവ്രിവൺ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു മൊഡ്യൂളിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് NCF-TE ആൻഡ് NC-TE. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് NCF-TE ആൻഡ് NC-TE. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCF-TE ആൻഡ് NC-TE. അത് തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ രണ്ടും ടീച്ചർ എഡ്യൂക്കേഷനായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ഈ NCF-TE ആൻഡ് NC-TE രണ്ട് ടോപ്പിക്കിൽ നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ NCF-TE 2009 എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, NCF-TE വന്നത് 2009ലാണ്, അതുകൊണ്ടാണ് NCF-TE 2009. അപ്പം അതും എക്സാമിന് ചോദിച്ച കാര്യമാണ് NCF-TE എപ്പോഴാണ് വന്നതെന്നുള്ളത്. ഓക്കെ, എപ്പോഴാണ് 2009ലാണ്. ആൻഡ് NCF-TE is an abbreviation form of National Curriculum Framework for Teacher Education. Okay, National Curriculum Framework for Teacher Education 2009. Is a guideline framework developed by the National Council for Teacher Education, that is NCTE, National Council for Teacher Education. It is NCTE, which is an Indian government body launched under the National Council for Teacher Education Act 1993 in 1995. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് മനസ്സിലായി. NCF-TE ഡെവലപ്പ് ചെയ്തത് NC-TE ആണ്. ഇപ്പം തന്നെ അതിൻ്റെ റിലേഷൻ മനസ്സിലായി അല്ലേ? അതായത് NCF-TE കൊണ്ടുവന്നത് ഡെവലപ്പ് ചെയ്തത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഇതും എക്സാമിന് ചോദിച്ചൊരു കാര്യമായിരുന്നു. അതായത് NC-TEൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചോദിക്കുന്ന സമയം ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയായിരുന്നു? നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ NCF-TE നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, which is a guideline framework developed by NCTE എന്ന് പറഞ്ഞു, which is an Indian government body launched under the NCTE Act 1993 in 1995. അപ്പോൾ ഈ NCTE വന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1995ലാണ്. ഏത് ആക്ടിലൂടെയാ? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് 1993. അപ്പം 1993 NCTE ആക്ട് വന്നു. അപ്പം ആ ഒരു ആക്ട് പ്രകാരം NCTE ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1995ലാണ്. ഓക്കെ, ആൻഡ് NCTE നമ്മൾ ഓൾറെഡി പറഞ്ഞു നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ പെർസ്യുവൻസ് ഓഫ് ദി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് 1993 enforced on 17th August 1995. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ഓക്കെ നമ്മുടെ NCTE നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് NCTE എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് 17th August 1995ലാണ്. അപ്പോൾ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ? നമുക്കറിയാം നമ്മുടെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലേ, അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവുന്ന സമയത്ത് അവർക്കൊരു പവർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ ഒരു ലോസ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പവർ, ഒരു ഓട്ടോണമസ് ഒരു കപ്പാസിറ്റി വരുന്ന ഒരു ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതാണ് 17th August 1995. The National Policy on Education NPA 1986 and the Program of Action POA 1992 envisaged a National Council for Teacher Education with a statutory status. അപ്പോൾ ഈ ഒരു NCTEക്ക് ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. നമുക്കറിയാം NPE 1968 വന്നിട്ടുണ്ടായിരുന്നു, 1986 വന്നിട്ടുണ്ട്. അതുപോലെ റീസെൻ്റ് ആയിട്ട് NPE 2020 വന്നിട്ടുണ്ട്. അപ്പോൾ NPE 1986 അതും അതിനോടൊപ്പം തന്നെ വന്നിട്ടുള്ള പ്രോഗ്രാം ഓഫ് ആക്ഷൻ. നമുക്കറിയാം 1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് NPE 1986 ശേഷം വന്നൊരു കാര്യമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ. അപ്പോൾ NPE 1986 പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 അത് രണ്ടും കൂടെ ചേർന്നാണ് ഈ ഒരു NCTEക്ക് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തത്. അതിനുശേഷമാണ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത്. Okay, the National Council for Teacher Education NCTE since 1973 was an advisory body for the central and state government on all matters pertaining to teacher education. The headquarters of NCTE is in Delhi. Okay.
അപ്പോൾ NCT ആദ്യം എന്തായിരുന്നു? ഒരു അഡ്വൈസറി ബോഡി ആയിരുന്നു. അഡ്വൈസറി ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ഓട്ടോണമസ് സ്റ്റാറ്റസ് അതിന് ഉണ്ടാവില്ല, അതുപോലെ അതിന് സ്വന്തമായിട്ടൊരു പവർ അതിന് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു അഡ്വൈസറി ബോഡിയാണ്. അപ്പൊ ആദ്യം അതൊരു അഡ്വൈസറി ബോഡി ആയിരുന്നു. അതിനുശേഷമാണ് 1995 അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയത്. ദ ഹെഡ് ക്വാർട്ടർ ഓഫ് NCT ഈസ് ഇൻ ഡൽഹി. അതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ച കാര്യമായിരുന്നു. NCTന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്നുള്ളത്. എവിടെയാ? ഡൽഹിയിലാണ്. Okay, it has 4 regional institutes respectively in Bhopal, Bhubaneswar, Bangalore and Jaipur. അപ്പോൾ 4 regional institutes ഉണ്ട്. അതെവിടേക്കാന്നുള്ളത് നോക്കാം. ഭോപ്പാൽ, ഭുവനേശ്വർ, ബാംഗ്ലൂർ ആൻഡ് ജയ്പൂർ. Okay, NCT coordinate and monitor the teacher education and its development in the country. അപ്പോൾ നമുക്കറിയാം NCFT ആണെങ്കിലും NCT ആണെങ്കിലും ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിലൊരു ക്വാളിറ്റി കൊണ്ടുവരാൻ, ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് വന്ന കാര്യമാണ് NCT എന്ന് പറയുന്നത്. So NCT coordinate and monitor the teacher education and its development in the country. NCT covers the whole level of teacher education programs, including research and training of persons for equipping them to teach at pre-primary, primary, secondary and senior secondary stages in schools and non-formal, part-time, adult and distance education courses. ഒരിക്കലും NCT എന്ന് പറയുമ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് മാത്രം ചിന്തിക്കരുത്. NCT എന്ന് പറയുമ്പോൾ അതിന് പല ഫങ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനിൽ തന്നെ എല്ലാ ലെവൽസും, അതായത് പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ ആ ഫോമൽ സ്കൂൾ സ്റ്റേജ് അല്ലാതെ നോൺ ഫോമൽ എഡ്യൂക്കേഷനിലും അതിൻ്റെ ഒരു പങ്കാളിത്തം വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡൽട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സസ്. അഡൽട്ട് എഡ്യൂക്കേഷൻ ഒരു നോൺ ഫോമൽ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു കോഴ്സാണ് അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സസ്, അപ്പം അതിലും ഈ NCTന്റെ പങ്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പ്രതീക്ഷിക്കാം. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് പല രീതിയിലും വരാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കുന്ന സമയത്ത് ഇത്തരം പോയിന്റ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാന്നുള്ളതാണ്. And the primary objective of the Act is to ensure the proper maintenance of norms and standards in the teacher education system and to regulate the functioning of teacher education institution. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു, നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം. അപ്പോൾ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ ടീച്ചർ എഡ്യൂക്കേഷൻ, അതാണ് NCTന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടീച്ചർ എഡ്യൂക്കേഷൻ്റെ, അതായത് ഹോൾ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് NCTന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ടു റെഗുലേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാനും ഈ ഒരു NCTന്റെ ഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. The Act specifies the composition of the NCTA, including the appointment of members representing various stakeholders such as educators, government officials and experts in the field of education. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേരിയസ് അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്നുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അല്ലേ? ടീച്ചർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ആവാം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, സ്റ്റുഡൻസ് ആവാം. അപ്പോൾ ഏതൊരു രീതിയിലാണെങ്കിലും അവരുടെ അഡ്മിഷനിലും NCTക്ക് ഒരു പങ്കുണ്ട്. അതുപോലെ ഡ്യൂറേഷൻ, ഇപ്പോൾ ഒരു കോഴ്സ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BEd, M.Ed, TTC, DLEd, അത്തരം കോഴ്സസ് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഡ്യൂറേഷൻ എത്ര വേണം, 1 വർഷമാണോ 2 വർഷമാണോ, അത് തീരുമാനിക്കുന്നതും നമ്മുടെ NCT ആണ്. അപ്പം അതും എക്സാമിന് വന്നൊരു കാര്യമായിരുന്നു, ഡ്യൂറേഷൻ. ചിലപ്പോൾ BEd 2 വർഷം ആക്കിയത് അല്ലെങ്കിൽ M.Ed 2 വർഷം ആക്കിയത്. അപ്പോൾ അതൊക്കെ ആക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു പവർ ഉള്ളത് ആർക്കാ? ഈ ഒരു NCTക്കാണ്. അപ്പോൾ ആ ഡ്യൂറേഷൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് കൊണ്ടുവരുന്നത് അതൊക്കെ NCTന്റെ ഫംഗ്ഷനാണ്. And the Act provides for the establishment of advisory committees to advise the NCT on matters related to teacher education. ഇപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കമ്മിറ്റീസ് കൊണ്ടുവരുന്നത് NCT ആണ്. അഡ്വൈസറി കമ്മിറ്റീസ് കൊണ്ടുവരുന്നത് NCT ആണ്. And NCT may grant recognition to institutions for specific teacher education programs such as Bachelor of Education, that is B.Ed, Diploma in Education, D.Ed, or other relevant courses, that is M.Ed, etc. So NCT may grant recognition to institution. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റെക്കഗ്നിഷൻ കൊടുക്കുന്നതും NCT ആണ്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പക്ഷെ അവിടെ നമുക്ക് നാക്കിൻ്റെ പർപ്പസ് അറിയാം അല്ലേ? നാക്കിൻ്റെ പർപ്പസ് അറിയാം. നാക്ക് ആണ് ഒരു കോളേജിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് നാക്ക് എന്ന് പറയുന്നത്.
അപ്പം നാക്കിൻ്റെ വിസിറ്റ് നമുക്കറിയാം, ഇപ്പോൾ കോളേജിലൊക്കെ നാക്ക് വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്, അവിടെ A+, A അങ്ങനെയുള്ള ഗ്രേഡ്സ് അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് നാക്കിനാണ്, പക്ഷെ ഇവിടെ ഒരു റെക്കഗ്നിഷൻ കൊടുക്കുന്നത് NCTE ആണ്. ഓക്കെ, അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. NCTE may grant recognition to institutions in teacher education. Okay, through its various functions and initiatives, the NCTE strives to uphold standards, promote innovation, and enhance the professional capacities of educators. അപ്പോൾ ഇതൊക്കെ NCTEൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. Okay, through its various functions and initiatives, the NCTE strives to uphold the standards. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെയിൻറ്റെയിൻസ് ദ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആൻഡ് പ്രൊമോട്ട് ദ ഇന്നോവേഷൻ. ആ ടീച്ചർ എഡ്യൂക്കേഷനിൽ വരുന്ന ഇന്നോവേറ്റീവ്സ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആൻഡ് എൻഹാൻസ് ദ പ്രൊഫഷണൽ കപ്പാസിറ്റീസ് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ പ്രൊഫഷണൽ കപ്പാസിറ്റീസ് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ഒരുപാട് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും NCTE ആണ്. And by fostering the excellence in teacher education, the NCTE contributes significantly to the overall improvement of the educational landscape and the empowerment of learners across the country. അപ്പോൾ NCTEക്ക് ഇത്രയും ഫങ്ഷൻസ് വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ പറഞ്ഞാൽ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ആ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നത്, അതിൻ്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നോക്കുന്നത്, അവിടെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്, ഡ്യൂറേഷൻ നിശ്ചയിക്കുന്നത്, വേരിയസ് കമ്മിറ്റീസ് അഡ്വൈസറി കമ്മിറ്റീസ് കൊണ്ടുവരുന്നത്, അത്രയും കാര്യങ്ങൾ കൊണ്ടുവരുന്നതും നമ്മുടെ NCTE ആണ്. ദാറ്റ് ഈസ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NCTEനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 17 ഓഗസ്റ്റ് 1995 അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് വന്നത്. അതിന് മുമ്പ് എന്തായിരുന്നു? അഡ്വൈസറി ബോഡി ആയിരുന്നു. ആ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് വന്നത് 1993. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് NCFTE 2009. നമ്മൾ ഓൾറെഡി പറഞ്ഞു NCFTE 2009 ഡെവലപ്പ് ചെയ്തത് NCTE ആണെന്നുള്ളത്. The NCFTE 2009 is based on the principles of lifelong learning, reflective practice and professional development. അപ്പോൾ ഇതിൻ്റെ മേജർ ഫങ്ഷൻസ് എന്താ? ഇവിടെ ലൈഫ് ലോങ് ലേണിങ്ങിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, ടീച്ചേഴ്സിൻ്റെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ഒത്തിരി ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ NCFTEയും കൊടുക്കുന്നുണ്ട്. The NCFTE 2009 emphasizes the importance of teacher education in preparing teachers to teach in diverse and inclusive classroom. നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പങ്ക് ആർക്കാ? അവിടെ ടീച്ചർക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചർക്കും ആ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് അറിയണം. ടീച്ചറും ആ ഒരു സ്ട്രാറ്റജിയിൽ വേണം ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നത് NCFTE ആണ്.
Okay, the initial draft of the NCFT 2009 was developed by an expert committee includes. ഓക്കെ, അപ്പോൾ ആദ്യം NCFT 2009 ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്പേർട്ട് കമ്മിറ്റി ഇൻക്ലൂഡ്സ് ദ എമിനന്റ് സ്കോളേഴ്സ്, ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ്, ട്രെയിനി ടീച്ചേഴ്സ്, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് NGOs. റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് NGOs എന്ന് പറയുമ്പോൾ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ അതിൽ വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഫാക്കൽറ്റി ഓഫ് RIEs ഓഫ് NCERT. RIE എന്ന് പറയുമ്പോൾ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻസ് ഓഫ് NCERT, SCERT, DIANS, IASCs, CTEs എന്ന് പറയുമ്പോൾ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻസ്, the University Departments of Education and State Departments of Education at the 2 national consultative meets held at ഉദയ്പൂർ ആൻഡ് ഹൈദരാബാദ്. അപ്പോൾ ഉദയ്പൂരിൽ വെച്ചിട്ടും ഹൈദരാബാദിലും വെച്ച് നടന്ന ആ ഒരു മീറ്റിങ്ങിലാണ് ഇത്രയും കമ്മിറ്റീസ് അവിടെ ഓർഗനൈസ് ചെയ്ത് ആ ഒരു കമ്മിറ്റിയിൽ ഈ ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ടുഗദർ വിത്ത് ദ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, ദാറ്റ് ഈസ് NAC. നമ്മൾ അപ്പോഴേ ഓൾറെഡി പറഞ്ഞതായിരുന്നു, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, അതാണ് NAC എന്ന് പറയുന്നത്. ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCT ലോഞ്ച്ഡ് എ നമ്പർ ഓഫ് ഇനിഷ്യേറ്റീവ്സ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പം NCTE അതുപോലെ NAC ആ രണ്ട് കാര്യങ്ങളുടെയും കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ NACന്റെയും NCTന്റെയും കൂടെ നിന്നുകൊണ്ട് ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ടീച്ചർ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് NCFT കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ടുഗദർ വിത്ത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ NAC, the National Council for Teacher Education, that is NCTA, launched a number of initiatives aimed at improving the standard of teacher education. നമുക്ക് അടുത്തത് മേജർ റെക്കമെൻഡേഷൻസ് നോക്കാം. NCFT 2009 കൊണ്ടുവന്നിട്ടുള്ള മേജർ റെക്കമെൻഡേഷൻസ്. അപ്പോൾ ഉറപ്പായിട്ടും അതിൽ എന്തുണ്ടാവും? ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും, അതുപോലെ അതിൻ്റെ ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ടീച്ചർ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് ആൻസർ സെലക്ട് ചെയ്യാനായിട്ട്, ഓപ്ഷൻസ് നിന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. So major recommendations നോക്കാം. Teacher education should be based on a sound understanding of the principles of learning and development. Teacher education എങ്ങനെയായിരിക്കണം? അവിടെ ലേണിങ്ങിനായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ലേണേഴ്സിൻ്റെ എബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു മാർഗ്ഗമായിരിക്കണം ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ ഷുഡ് പ്രിപ്പയർ ദ ടീച്ചേഴ്സ് ടു ടീച്ച് ഇൻ ഡൈവേഴ്സ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലേ? അതായത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ലെങ്കിൽ ഡൈവേഴ്സ് എബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ടീച്ചിങ് ആയിരിക്കണം ടീച്ചർ കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ ആയിരിക്കണം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ ഷുഡ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്. നമുക്കറിയാം റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്താ? ടീച്ചറുടെ തന്നെ ഇപ്പോൾ ടീച്ചർ ഒരു ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് എടുത്തതിൻ്റെ ഫീഡ്ബാക്ക് ടീച്ചർ തന്നെ ടീച്ചറിനെ അസസ് ചെയ്യുന്ന ഒരു രീതിയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്. അപ്പോൾ സ്വന്തമായിട്ട് അസസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സിൽ മാറ്റം വരുത്തുന്ന ഒരു രീതിയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം? ടീച്ചർ എഡ്യൂക്കേഷനിൽ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ടീച്ചേഴ്സ് ടു ഡെവലപ്പ് ദെയർ ഓൺ പ്രൊഫഷണൽ ഐഡന്റിറ്റീസ്. ഓക്കെ, അതായത് നമ്മളുടെ തന്നെ സ്വന്തമായിട്ട് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് വരുത്താനായിട്ടുള്ള കാര്യവും ടീച്ചർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ലൈഫ് ലോങ് ആൻഡ് കണ്ടിന്യൂസ്. ഒരിക്കലും ടീച്ചർ സ്കൂളിൽ വർക്കിന് കയറി കഴിഞ്ഞാൽ അതോടെ അവിടെ ലേണിംഗ് എൻഡ് ചെയ്തു എന്നുള്ള കാര്യം ഒരിക്കലും ടീച്ചേഴ്സ് വിചാരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ടീച്ചർ എഡ്യൂക്കേഷൻ എപ്പോഴും ലൈഫ് ലോങ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു NCFTയിൽ വരുന്ന ചാപ്റ്റേഴ്സ് നോക്കാം. ചാപ്റ്റേഴ്സ് ഓഫ് NCFT 2009. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡിൽ അത് ഇൻക്ലൂഡ് ചെയ്തത്. ചാപ്റ്റേഴ്സ് ഓഫ് NCFT 2009. ഫസ്റ്റ് ചാപ്റ്റർ, ദ കോണ്ടെക്സ്റ്റ്, കൺസേൺസ് ആൻഡ് വിഷൻ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. കരിക്കുലർ ഏരിയാസ് ഓഫ് ഇനിഷ്യൽ ടീച്ചർ പ്രിപ്പറേഷൻ. ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ. And the fourth one, continuing professional and support for in-service teachers. ഇപ്പോൾ in-service teachers എന്ന് പറയുമ്പോൾ നമുക്കറിയാം in-service, pre-service teacher education ഉണ്ട്, അതുപോലെ in-service teacher education ഉണ്ട്. പ്രീ-സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചറായിട്ട് വരുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്സ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷനെയാണ് പ്രീ-സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? ഇപ്പോൾ MEd വരാം, BEd വരാം, TTC വരാം.
അപ്പം അത്തരം കോഴ്സസിനെയാണ് പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സർവീസിൽ കയറിയതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്സ്, അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനായിട്ട് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെയാണ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ആൻഡ് സപ്പോർട്ട് ഫോർ ഇൻ സർവീസ് ടീച്ചേഴ്സ്, അതായത് സർവീസിൽ കയറിയ ടീച്ചേഴ്സിനായിട്ട് അവരുടെ പ്രൊഫഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പ്രിപ്പയറിംഗ് ടീച്ചർ എഡ്യൂക്കേറ്റർ അതും പറഞ്ഞു. ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജിയാണ് അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും 6 ചാപ്റ്റേഴ്സ് ആണ് NCFT 2009 ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് NCFT ആൻഡ് NCT അതിനെക്കുറിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത നമുക്ക് ഈ ഒരു സെഷനിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? വിച്ച് പോളിസി സജസ്റ്റഡ് കോൺഫറിംഗ് ഓട്ടോണമസ് സ്റ്റാറ്റസ് ടു SCRT, NCTE ആൻഡ് സെറ്റപ്പ് ദ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ? ഓക്കെ, ചോദ്യം ഒന്നുകൂടെ വായിക്കാം, മനസ്സിലാക്കുക. വിച്ച് പോളിസി സജസ്റ്റഡ് കോൺഫറിംഗ് ഓട്ടോണമസ് സ്റ്റാറ്റസ് ടു SCRT, NCTE ആൻഡ് സെറ്റപ്പ് ദ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ? അപ്പോൾ ഏത് പോളിസിയാണ് ഈ NCTൻ്റെ ഒപ്പം തന്നെ നമ്മുടെ SCRT ഉണ്ട്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾക്കും ഈ ഒരു ഓട്ടോണമസ് എന്നുള്ള സ്റ്റാറ്റസ് കൊടുത്തത് ഏത് പോളിസിയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു NCTക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തത് NPE 1986 അതുപോലെ POA പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഓൺ NPE 1986, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചർ 1983. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞാൽ പോലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള 2 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഓൺ NPE 1986, രണ്ടാമത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഓർമ്മയില്ലാത്ത ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. കാരണം നമുക്ക് ചിലപ്പോൾ അറിയാം NPE 1986 ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം NPE 1986ഉം പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 രണ്ടും കൂടെ ചേർന്നിട്ടാണ് NCTക്ക് ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുത്തത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. അടുത്തത് ഡിസംബർ 2023 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊഫഷണൽ നോംസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആർ ഡെവലപ്ഡ് ബൈ. ഓക്കെ, പ്രൊഫഷണൽ നോംസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആർ ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ 1 NCTE, ഓപ്ഷൻ 2 IGNOU, ഓപ്ഷൻ 3 UGC ആൻഡ് ഓപ്ഷൻ 4 NCERT. നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ആ ഒരു നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് NCTE ആണ്, ദാറ്റ് ഈസ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. So here the correct answer is option 1. Again ഡിസംബർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇയറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അപെക്സ് ബോഡീസ് റെഗുലേറ്റിംഗ് ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ദ കൺട്രി? ഓക്കെ, അതായത് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നിന്നും ഏതാണ് റെഗുലേറ്റിംഗ് ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം? അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് അപെക്സ് ബോഡിയാണെന്നുള്ളതാണ്. വി ഹാവ് ദ ഓപ്ഷൻസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 1 NCERT, ഓപ്ഷൻ 2 NCTE, ഓപ്ഷൻ 3 NEPA ആൻഡ് ഓപ്ഷൻ 4 UGC. നമുക്കറിയാം ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു വേർഡ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് either NCFT ആവാം അല്ലെങ്കിൽ NCTE ആവാം. നമ്മുടെ ഓപ്ഷൻ എന്താ? That is here the answer is option 2. ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അക്കോർഡിംഗ് ടു നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ദാറ്റ് ഇസ് NCTE, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ 1 ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് എ സിംഗിൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് സിംഗിൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് എ സിംഗിൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് ഒരു സിംഗിൾ PG കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ 3 ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് മൾട്ടി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓക്കെ,
അതായത് ഒന്നിൽ കൂടുതൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് എ സിംഗിൾ ഡിപ്ലോമ പ്രോഗ്രാം. അപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു ഏരിയ പഠിക്കാത്ത ആൾക്ക് പോലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇവിടെ പറയുന്നുണ്ട് കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. കോമ്പോസിറ്റ് എന്നുള്ള വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3യിലാണ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് മൾട്ടി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, മൾട്ടി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ ഇവിടെ NCTE ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്തത് ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡ്യൂറേഷൻ ഓഫ് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് MED പ്രോഗ്രാം ഹാസ് ബീൻ ഇൻക്രീസ് ടു 2 years ബൈ ദ NCTE റെഗുലേഷൻ ഓഫ്. അതായത് ഏത് വർഷത്തിലാണ് MED 2 വർഷമായിട്ട് കൂട്ടിയത് അല്ലെങ്കിൽ 2 വർഷം ആക്കാൻ തുടങ്ങിയത്? NCTE ആണ് അത് ഡ്യൂറേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു NCTE ആണ് ഓരോ കോഴ്സിന്റെയും ഡ്യൂറേഷൻ തീരുമാനിക്കുന്നുള്ളത്. അപ്പൊ NCTE ഏത് വർഷത്തിലാണ് MED പ്രോഗ്രാം 2 വർഷത്തിലോട്ട് മാറ്റിയെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വി ഹാവ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ഓപ്ഷൻ 1 2014, ഓപ്ഷൻ 2 2013, ഓപ്ഷൻ 3 2012 ആൻഡ് ഓപ്ഷൻ 4 2015. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്, ദാറ്റ് ഈസ് 2014. 2014 തൊട്ടാണ് MED കോഴ്സ് 2 വർഷത്തിലോട്ട് മാറ്റിയത്. ആൻഡ് ജൂൺ 2022 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE ആസ് എ റെഗുലേറ്ററി ബോഡി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ട് വന്നത് ഏത് വർഷമാണെന്നുള്ളതാണ്. ആൻഡ് ഓപ്ഷൻ 1 17th August 1992, 17th August 1994, 17th August 1995 ആൻഡ് ഫോർത്ത് ഓപ്ഷൻ 17th August 1996. നമ്മൾ പഠിച്ച കാര്യമാണ്. 17th August 1995 NCTE ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ട് വന്നത്. അടുത്തത് ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. In India, the National Curriculum Framework for Teacher Education, that is NCFTE 2009, was prepared by. Okay, NCFTE 2009 prepare ചെയ്തത് ആരാണെന്നുള്ളതാണ്. ഈ ഒരു സെഷൻ പഠിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിന് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ഏതാ? NCFTE 2009 കൊണ്ടുവന്നത് NCTE ആണ്, ദാറ്റ് ഈസ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. ഓപ്ഷൻ 1 നാഷണൽ കരിക്കുലം കമ്മിറ്റി ഓഫ് ഇന്ത്യ, ഓപ്ഷൻ 2 നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ 3 നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആൻഡ് ഓപ്ഷൻ 4 നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നല്ല രീതിയിൽ പഠിക്കാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താ? എല്ലാത്തിലും ഒരേപോലെയാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ NCTE മാത്രം പഠിച്ചു വെച്ച ഒരാൾക്ക്, അതായത് NCFTE 2009 ഡെവലപ്പ് ചെയ്തത് NCTE ആണ് എന്ന് പഠിച്ചു വെച്ച ഒരാൾക്ക് ഒരിക്കലും ഇതിന് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കാരണം NCTE നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് അവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് NCFTE 2009 ഡെവലപ്പ് ചെയ്തത്. So here the correct answer is option 4. Again ജൂൺ 2022 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE is headed by. ഓക്കെ, ഹെഡഡ് ബൈ ചെയർപേഴ്സൺ ആണോ അല്ലെങ്കിൽ ഡയറക്ടർ ആണോ കോർഡിനേറ്റർ ആണോ സെക്രട്ടറി ആണോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഹെഡ് ചെയ്യുന്നത് ചെയർപേഴ്സൺ ആണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 1. അടുത്തത് ഡിസംബർ 2022 ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ അക്രഡിറ്റഡ് ബൈ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ NCTE ആയിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഞാൻ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം ദ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ അക്രഡിറ്റഡ് ബൈ എന്ന് പറയുമ്പോൾ NCTE അവിടെ ഓപ്ഷൻ അവിടെ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ? കാരണം ടീച്ചർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ അത് അക്രഡിറ്റഡ് ബൈ എന്ന് പറയുമ്പോൾ ചില കുട്ടികളെങ്കിലും NCTE സെലക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു കാര്യം നമ്മുടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തത്. ദ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ അക്രഡിറ്റഡ് ബൈ. എല്ലാ എഡ്യൂക്കേഷനെയും അക്രഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ അക്രഡിറ്റ് ചെയ്യുന്നത് NAAC ആണ്. ഓക്കെ, NAAC ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഓരോ
കോളേജിനാണെങ്കിലും ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിലും അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാ? നാക് ആണ്. ഓക്കെ, നാക് ആണ്. നമുക്കറിയാം നാക് വിസിറ്റ് ചെയ്യുന്നതും അതുപോലെ ഓരോ കോളേജിനും അക്രഡിറ്റേഷൻ കൊടുക്കുന്നതും A+, ബി ഗ്രേഡ് അങ്ങനെയുള്ള ഓരോ ഗ്രേഡ്സ് കൊടുക്കുന്നതും നാക് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നാക് ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ തന്നെ നമുക്ക് NCTയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പം അത് മാറാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് December 2022 ഷിഫ്റ്റ് 1-ൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, NCTE വാസ് എസ്റ്റാബ്ലിഷ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്? അതായത് NCTE ഏത് ഒബ്ജക്റ്റീവിന്റെ പേരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റൻ. ഓപ്ഷൻ 1 യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ 2 യുണൈറ്റിംഗ് ദ ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ 3 ഇൻക്രീസിംഗ് ഫോക്കസ് ഓൺ റിസർച്ചേഴ്സ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ, ആൻഡ് ഓപ്ഷൻ 4 ഡെവലപ്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെയും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്തായാലും വരില്ല, കാരണം ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം. അടുത്തത് യൂണിറ്റിംഗ് ദ ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ ആ ഒരു ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ദ ഫോക്കസ് ഓൺ റിസർച്ചസ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ ആ ഒരു ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനാണോ NCTE വന്നതെന്ന് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് ദ ഫോക്കസ് ഓൺ റിസർച്ചസ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ. അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ എല്ലാ മേഖലകളെയും ഫോക്കസ് ചെയ്യാണ് NCTE ചെയ്യുന്നത്, അല്ലാതെ ഒരു മേഖല മാത്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർ എഡ്യൂക്കേഷനിൽ വേരിയസ് റിസർച്ചസ് നടത്തുക, അതിനനുസരിച്ച് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക. അപ്പം അത്തരം ഫങ്ഷൻസ് NCTEക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ആൻഡ് അഗെയിൻ December 2022 ഷിഫ്റ്റ് 1-ൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, അക്കോർഡിംഗ് ടു NCFTE 2009 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ? അതായത് NCFTE 2009-ൽ അതിൻ്റെ റെക്കമെൻഡേഷനിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റൻ. ഇവിടെ ശ്രദ്ധിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റൻ. അതായത് റെക്കമെൻഡേഷൻ NCFTE 2009-ന്റെ റെക്കമെൻഡേഷനിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റൻ. We have the 4 options. First one, to critically examine the school curriculum, syllabi and textbook. Okay, to critically examine the school curriculum, syllabi and textbook. Option 2, to help prospective teachers to engage with field experiences for construction of knowledge. And option 3, to teach learners only through theories to understand psychosocial attributes. And option 4, to help teachers in developing consciousness and finer human responsibilities through self-reflection. Okay, first one നോക്കാം. To critically examine school curriculum, syllabi and textbook എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ NCFTEന്റെ ഫുൾ ഫോം തന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്തായിട്ട് വരും? ടീച്ചർ എഡ്യൂക്കേഷനിൽ ബന്ധമായിട്ടുള്ള കരിക്കുലം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കരിക്കുലം മോഡിഫൈ ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അത്തരം പർപ്പസും NCFTEയിൽ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ അതിൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ പെടുന്നതാണ് ടു ക്രിറ്റിക്കലി എക്സാമിൻ ദ സ്കൂൾ കരിക്കുലം, സിലബൈ ആൻഡ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്. അടുത്ത നോക്കാം, ടു ഹെൽപ്പ് പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ് ടു എൻഗേജ് വിത്ത് ഫീൽഡ് എക്സ്പീരിയൻസസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ് ആരാ? പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു BEd, MEd അത്തരം കോഴ്സസ് പഠിക്കുന്നവരെയാണ് പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സിനെ എന്തിനാ? നമ്മുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ ത്രൂ എക്സ്പീരിയൻസിലൂടെ, ഫീൽഡ് വിസിറ്റിലൂടെ അവരുടെ നോളജ് അവരുടെ കുറച്ചുകൂടെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അപ്പം അതും ഒബ്വിയസ്ലി NCFTEന്റെ ഒരു റെക്കമെൻഡേഷൻ ആണ്. അടുത്തത് നോക്കാം, ടു ടീച്ച് ലേണേഴ്സ് ഓൺലി ത്രൂ തിയറീസ് ടു അണ്ടർസ്റ്റാൻഡ് സൈക്കോ സോഷ്യൽ ആട്രിബ്യൂട്ട്സ്. അത് നമ്മൾ ചെക്ക് ചെയ്യുക. ടു ടീച്ച് ലേണേഴ്സ് ഓൺലി ത്രൂ തിയറീസിലൂടെ മാത്രം പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊരിക്കലും NCFTEന്റെ റെക്കമെൻഡേഷൻ ആവില്ല. കാരണം കൂടുതലായിട്ടും NCFTE ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കലും തിയറീസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് ഒരിക്കലും എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും കൂടെ അവിടെ വരണം എന്നുള്ളതാണ് NCFTE പറയുന്നത്. അപ്പോൾ തേർഡ് വണ്ണാണ് ഇവിടെ അതിൻ്റെ റെക്കമെൻഡേഷൻ അല്ലാത്തത്. ഫോർത്ത് വൺ നമുക്ക് നോക്കാം, ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ഇൻ ഡെവലപ്പിംഗ് കോൺഷ്യസ്നെസ് ആൻഡ് ഫൈനർ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റീസ് ത്രൂ സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ആ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽഫ് റിഫ്ലക്ഷനിലൂടെ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ തന്നെ മോഡിഫൈ ചെയ്ത് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലും
അതും NCFT-ന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റെക്കമെൻഡേഷനിൽ പെടാത്തത് ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. NCFT എന്താന്ന് പറഞ്ഞു, അതുപോലെ NCT എന്താന്ന് പറഞ്ഞു, അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് പറഞ്ഞു, അതുപോലെ അതിൻ്റെ ഇയർ ഒക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇത്രയും ഓരോ സ്ലൈഡിലും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ് NCFT ആണെങ്കിലും NCT ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.